വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത് മതവിദ്വേഷ പ്രസ്താവനയാണെന്ന് SNDP സംരക്ഷണ സമിതി. വെള്ളാപ്പള്ളി വർഗീയ വിഷം തുപ്പുകയാണ്. വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ വരി നിൽക്കുന്ന രാഷ്ട്രീയക്കാരെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കും. ചോദ്യം ചോദിക്കുന്നവരെ തീവ്രവാദിയാക്കുന്നത് ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് ചേർന്നതല്ലെന്നും അഡ്വക്കേറ്റ് എസ് ചന്ദ്രസേനൻ പറഞ്ഞു. ശ്രീനാരായണ ട്രസ്റ്റിന്റെയും SNDP യോഗത്തിന്റെ സ്ഥലം സ്വന്തക്കാർക്കും മറ്റുള്ളവർക്കും ബിനാമിയിൽ തീരെഴുതി കൊടുത്തിട്ട് ഈ പ്രസ്ഥാനത്തിന് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളെയും നിഷേധിച്ചിട്ട് അയാൾ ഈ സമുദായത്തിൽ നിന്നും കൊള്ളയടിച്ച കോഴപ്പണത്തിന് വേണ്ടി വരി നിൽക്കുന്ന രാഷ്ട്രീയക്കാർ, വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ വരി നിൽക്കുന്ന രാഷ്ട്രീയക്കാരെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെടുത്തുവാനുള്ള എല്ലാ തന്ത്രങ്ങളും ഞങ്ങൾ ആവിഷ്കരിക്കും. ചോദ്യങ്ങൾ ചോദിക്കുന്നയാളെ തീവ്രവാദിയാക്കുന്ന സംസ്കാരം ശ്രീനാരായണ പ്രസ്ഥാനത്തിന് ചേർന്നതല്ല. പൊതുപ്രവർത്തകൻ ചോദ്യങ്ങൾക്ക് വിധേയനാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ മതിയാകൂ. ജോസി ബാബു ചേർന്നു. ജോസി, വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പ്രസ്താവനയിൽ SNDP സംരക്ഷണ സമിതിയുടെ നിലപാട് എന്താണ്? തെരഞ്ഞെടുപ്പിൽ അതെങ്ങനെ സമീപിക്കും? തെരഞ്ഞെടുപ്പിനെ എന്താണ് അവർ വ്യക്തമാക്കുന്നത്? ധന്യ, കോട്ടയത്ത് വാർത്താ സമ്മേളനം നടത്തിയാണ് SNDP സംരക്ഷണ സമിതി അവരുടെ നിലപാട് അറിയിച്ചത്. തുടർച്ചയായി SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രതികരണങ്ങളിൽ കടുത്ത അതൃപ്തിയാണ് SNDP സംരക്ഷണ സമിതി രേഖപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ചതടക്കമുള്ള പ്രതികരണങ്ങൾ അത് മതവിദ്വേഷ പ്രസ്താവനയാണെന്നും അതിനെതിരെ ഈഴവ സമൂഹം ഒന്നിക്കുമെന്നും SNDP സംരക്ഷണ സമിതി വ്യക്തമാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനത്തിന് എത്ര അപേക്ഷ നൽകിയെന്ന ചോദ്യമാണ് വെള്ളാപ്പള്ളിയെ ചൊടിപ്പിച്ചതെന്നും എത്ര അപേക്ഷ നൽകിയെന്നുള്ള കാര്യം ശ്രീനാരായണ സമൂഹത്തോട് വെള്ളാപ്പള്ളി വ്യക്തമാക്കണമെന്നും സംഘടന ആവശ്യപ്പെടുന്നു. ഇങ്ങനെ വെള്ളാപ്പള്ളി തുടർച്ചയായി വർഗീയ വിഷം തുപ്പുകയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ രാഷ്ട്രീയക്കാർ മാറി മാറി കാവൽ നിൽക്കുന്നു. കൂടാതെ മാറി മാറി വരുന്ന സർക്കാരുകൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ വലിയ വിമർശനമായി ഉയർത്തിക്കൊണ്ടുവരുവാനും SNDP സംരക്ഷണ സമിതി ശ്രമിക്കുന്നുണ്ട്. ചോദ്യം ചോദിക്കുന്നവരെ തീവ്രവാദിയാക്കുന്ന സമീപനം ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് ചേർന്നതല്ല എന്നും SNDP സംരക്ഷണ സമിതി പറയുന്നുണ്ട്. എന്തായാലും വലിയ വിഭാഗം പിന്തുണയുള്ള സംഘടനയാണ് SNDP സംരക്ഷണ സമിതി. വെള്ളാപ്പള്ളി നടേശനെതിരെ ബദലായി ഈ സംഘടന സംസ്ഥാനത്തുടനീളം പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരും ഒരു രാഷ്ട്രീയ നിലപാട് തങ്ങൾ സ്വീകരിക്കും. വെള്ളാപ്പള്ളി നടേശനെ പിന്തുണയ്ക്കുന്നവരോടൊപ്പം ആയിരിക്കില്ല തങ്ങളുടെ നിലപാട് എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയാണ് SNDP സംരക്ഷണ സമിതി.